നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KSRTCയെ തകർക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ തൊഴിലാളികൾ രംഗത്ത്. പ്രതിഷേധ സൂചകമായി 25 മണിക്കൂർ ധർണ. മത്സരിക്കുന്നത് ഭരിക്കാനാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. പരാജയ ഭീതിയിലായ CPMനെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുമെന്നും ശ്രീകാന്ത്. മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസിന്റെ പേരിൽ ലീഗ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് CPI നേതാവ് BV രാജൻ. പുതിയ ഗവൺമെന്റ് അധികാരത്തിലെത്താതെ ഇനി പുതിയ കെട്ടിടം നിർമ്മാണം ഉണ്ടാവില്ലെന്നും രാജൻ. 1.25 കിലോ കഞ്ചാവുമായി വീണ്ടും ഒരാൾ അറസ്റ്റിൽ. വിദ്യാനഗർ പെരുമ്പള റോഡിലെ മുഹമ്മദ് അലിയാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുമായി BJPയും. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ബൂത്ത് തല കൺവെൻഷനുകൾക്ക് തുടക്കം. വനിതകളെ നിയമസഭയിലേക്ക് അയക്കാത്ത ജില്ലയായി കാസർഗോഡ്. ജില്ലാ രൂപീകരണ ശേഷം ഒരു വനിതാ പ്രതിനിധിയും നിയമസഭയിലെത്തിയില്ല എന്ന ഖ്യാതിയാണ് കാസർഗോഡിന് കൈവന്നിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC ജീവനക്കാർ നടത്തിവന്ന 25 മണിക്കൂർ ധർണ സമാപിച്ചു. CITU നേതൃത്വത്തിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. ദേശസാൽകൃത റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് അനുമതി നൽകരുതെന്ന് യൂണിയൻ നേതാക്കൾ. KSRTC മാത്രം സർവീസ് നടത്തുന്ന 31 ദേശസാൽകൃത റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കുക, സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ സർവീസ് നടത്താനുള്ള ദൂരപരിധിയായ 140 കിലോമീറ്റർ എന്നത് എടുത്തുകളയാനുള്ള തീരുമാനം പിൻവലിക്കുക, ഷെഡ്യൂൾ വെട്ടിക്കുറച്ച് KSRTCയെ തകർക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 25 മണിക്കൂർ ധർണ സംഘടിപ്പിച്ചത്. ധർണയുടെ സമാപന സമ്മേളനം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മോഹൻകുമാർ പാടി ഉദ്ഘാടനം ചെയ്തു. KSRTCക്ക് മാത്രം ബസ് ഓടിക്കാൻ അവകാശമുള്ള കേരളത്തിലെ 31 നോട്ടിഫൈഡ് റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് അനുമതി കൊടുക്കുന്നതിന് വേണ്ടി ഇക്കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. 31 നോട്ടിഫൈഡ് റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുക മാത്രമല്ല, സ്വകാര്യ ബസ് മുതലാളിമാർക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറിയായി ഓടിക്കാനുള്ള ദൂരപരിധി 140 കിലോമീറ്ററാണ്. ആ 140 കിലോമീറ്റർ എന്ന പരിധി എടുത്തുകളയുന്നതിന് വേണ്ടി കൂടി ഇക്കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുകയാണ്. വ്യാഴാഴ്ചയാണ് ധർണ തുടങ്ങിയത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജനാണ് കഴിഞ്ഞ ദിവസം ധർണ ഉദ്ഘാടനം ചെയ്തത്. വിവിധ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പരാജയഭീതി മൂലം CPM ആക്രമം അഴിച്ചുവിടുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് പറഞ്ഞു. തിരുവനന്തപുരത്ത് BJP നേതാക്കൾക്കെതിരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയഭീതി മൂലം CPM അക്രമം അഴിച്ചുവിടാൻ തുടങ്ങിയിരിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് പറഞ്ഞു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരനും പ്രവർത്തകർക്കും എതിരെ CPM നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം മുഴുവൻ ഇടതുപക്ഷം പരാജയം മണത്തുകഴിഞ്ഞിരിക്കുകയാണ്. അണികളുടെ ചോർന്നുപോക്ക് തടയാനും മറ്റുമായി ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തിയാണ് ഇത്തരം അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. കാസർഗോഡ് ജില്ലയിലും ഇത്തരം പരാജയ ഭീതി ഇടതുപക്ഷത്തിനുണ്ട്. BJP നേതാക്കന്മാർക്കെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനാധിപത്യ രീതിയിലൂടെ ജനങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. സംസ്ഥാന ഉപാധ്യക്ഷ പ്രമീള C. നായിക്, ജില്ലാ ജനറൽ സെക്രട്ടറി P. രമേശ്, മണ്ഡലം പ്രസിഡന്റ് സുധാമ ഗോസാഡ, ഹരീഷ് നാരമ്പാടി, കാറടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് G. സ്വപ്ന, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ധനഞ്ജയൻ മധൂർ, മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അനിത R. നായിക് തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ചേശ്വരത്തെ രജിസ്ട്രാർ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനായി 66 ലക്ഷം രൂപ പാസായി എന്ന ലീഗ് നേതാക്കളുടെ പ്രസ്താവന ജനങ്ങളെ പറ്റിക്കാനാണെന്ന് CPI മഞ്ചേശ്വരം ലോക്കൽ കമ്മിറ്റി. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് മണ്ഡലത്തിൽ ഒരു വികസനവും നടത്തിയിട്ടില്ലെന്ന് CPI നേതാവ് BV രാജൻ. 277 കോടി രൂപയുടെ വികസന പദ്ധതി മഞ്ചേശ്വരം മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞ MLA
ഈ കെട്ടിടത്തിന് ഒരു പൈസ പോലും വെച്ചില്ല, നീക്കി വെച്ചില്ല. മാത്രമല്ല 2013 66 ലക്ഷം എസ്റ്റിമേറ്റ് കാണിച്ചിട്ടുള്ള ഒരു പുതിയ കെട്ടിടത്തിനുള്ള പ്രൊപ്പോസൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിൽഡിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അയച്ചു കൊടുത്ത ഡിസംബർ മാസം 2013 ഡിസംബർ മാസത്തിൽ അയച്ചു കൊടുത്ത ഒരു എസ്റ്റിമേറ്റിന് ഇതുവരെക്കും AS കിട്ടില്ല എന്ന് മാത്രമല്ല അത് അതേപടി തിരിച്ചു വരികയും ഇപ്പോൾ പുതിയതായി 80 ലക്ഷം എസ്റ്റിമേറ്റിൽ അതിനെ തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. 22/2/2013 66 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കാസർഗോഡ് ബിൽഡിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിരുന്നു. D1 1405/13 എന്ന ഫയൽ നമ്പറിൽ ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ലഭിച്ചിട്ടുണ്ടെന്ന് എഞ്ചിനീയർ അറിയിച്ചിരുന്നു. ഇതിനായി മഞ്ചേശ്വരം MLA ആയ PB അബ്ദുൾ റസാഖ് UDF നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതിന് അംഗീകാരം നൽകണമെന്നറിയിച്ച് അപേക്ഷയും നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ നേതൃത്വം മൗനം പാലിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മഞ്ചേശ്വരം മണ്ഡലം യൂത്ത് ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് കെട്ടിടം പണിയാൻ അനുമതിയായെന്നറിയിച്ചത്. നാട്ടിൻ്റെ പല കോണുകളിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവാത്ത ഘട്ടത്തിലാണ് ഇത്തരമൊരു വാർത്താസമ്മേളനം സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഉടനെ തന്നെ 80 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് വീണ്ടും കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. ഇനി ബിൽഡിംഗ് യാഥാർത്ഥ്യമാകണമെങ്കിൽ പുതിയ സർക്കാർ തന്നെ വരണം. ഇതിനിടയ്ക്ക് ആധാരമെഴുത്തുകാരുടെ സംഘടന രജിസ്റ്റർ ഓഫീസിനായി സമരം നടത്താൻ തയ്യാറെടുത്തിരുന്നുവെങ്കിലും ലീഗിൻ്റെ സമ്മർദ്ദഫലമായി പിന്മാറിയിരുന്നു. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ 877 കോടി രൂപയുടെ വികസനം നടത്തിയെന്ന് അവകാശപ്പെടുന്ന MLAയുടെ കഴിവുകേടായി മാത്രമേ രജിസ്ട്രാർ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ പറയാനാവുകയുള്ളൂ. റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോട്ട് വീണ്ടും കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. വിദ്യാനഗറിലെ പെരുമ്പള റോഡിലെ മുഹമ്മദ് അലിയാണ് പോലീസ് പിടിയിലായത്. ഇയാളിൽ നിന്നും 1.25 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ പോലീസ് പിടിയിലായത്. പോലീസിനെ കണ്ടപ്പോൾ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. അറസ്റ്റിലായ മുഹമ്മദ് അലി മുൻപും പല കേസുകളിലായി പിടിയിലായിട്ടുണ്ട്. ഓടി രക്ഷപ്പെട്ട 2 പേരുടെ 2 ബൈക്കുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് ഇയാളെ പിടികൂടിയത്. കാസർഗോഡ് CI MP ആസാദ്, SI രഞ്ജിത്ത് രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ഓഫീസിന്റെ എതിർവശത്തെ ഒരു കെട്ടിടത്തിന്റെ ഇടനാഴിയിൽ വെച്ചാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഓടി രക്ഷപ്പെട്ട പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസ്, പാക്കറ്റാക്കാനുള്ള പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയും സംഭവസ്ഥലത്ത് വെച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൊടിപൂരം. ഒരു വനിതയെ പോലും നിയമസഭയിലേക്ക് അയക്കാത്ത കാസർഗോഡ്. ജില്ലയിൽ നിന്ന് ഇന്നേ വരെ ഒരു വനിത പോലും നിയമസഭയിൽ എത്തിയില്ല. കേരള നിയമസഭയിൽ വനിതകളുടെ പ്രാതിനിധ്യം ഓരോ വർഷവും ഏറേറി വരുമ്പോഴും കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു വനിതയും ഇതുവരെ നിയമസഭയിൽ എത്തിയിട്ടില്ല. പ്രധാന പാർട്ടികളൊന്നും വനിതകളെ രംഗത്തിറക്കിയില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ തവണ കാസർഗോഡ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി ജയലക്ഷ്മി ഭട്ട് മത്സരിച്ചത് മാത്രമാണ് ഇതിനൊരപവാദം. മുസ്ലിം ലീഗിലെ NA നെല്ലിക്കുന്നിനെതിരെ 43,330 വോട്ട് നേടി അവർ സാന്നിധ്യമറിയിക്കുകയും ചെയ്തു. ഇത്തവണ കാസർഗോഡ് മത്സരിക്കാൻ തങ്ങളില്ലെന്ന് INL വ്യക്തമാക്കിയ സാഹചര്യത്തിൽ 2 വനിതാ നേതാക്കളെയാണ് BJP പരിഗണിക്കുന്നുള്ളത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ E പത്മാവതിയുടെയും PP ശ്യാമളാദേവിയുടെയും പേരുകളാണത്. മത്സരരംഗത്തെത്തി UDF കോട്ടയിൽ അട്ടിമറി സൃഷ്ടിക്കാനായാൽ അവർ ചരിത്രത്തിലേക്കായിരിക്കും നടന്നു കയറുക. ജയിക്കാനായില്ലെങ്കിലും വിരലിലെണ്ണാവുന്ന വനിതകൾ കാസർഗോട്ട് പോരിനിറങ്ങിയിട്ടുണ്ട്. ചെറിയ ചലനം സൃഷ്ടിക്കുന്നുവെന്നതിനപ്പുറം അട്ടിമറിയോളം വരുന്ന ഒരു പോരാട്ടം നടത്തുവാൻ അവർക്കായിട്ടില്ല. പഞ്ചായത്തിൽ വിജയിച്ച സ്ഥിതിക്ക് അതുകൊണ്ടാണ് 33% എന്നുള്ളത് 50% ആക്കിയിട്ട് പല സംസ്ഥാനങ്ങളും ആക്സെപ്റ്റ് ചെയ്തത്. കേരളത്തിലും 50%, 33% നിയമം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 50 ആക്കി മാറ്റിയതിന് അതിൻ്റെ അർത്ഥം അത് സക്സസ് ആയി എന്നുള്ളതുകൊണ്ടാണ്. സ്ത്രീകൾ മത്സരിച്ചപ്പോൾ അതിന് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ആ അർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഇപ്പം ഒരു നിയമം വരാൻ വെയിറ്റ് ചെയ്യാതെ, നിയമം കാത്തു നിൽക്കാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനമെടുത്തിട്ട് സ്ത്രീകൾക്ക്
മിനിമം 33 ഇല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പോൾ 140 സീറ്റാണ് നമ്മുടെ കേരളത്തിലുള്ളത്. 140 സീറ്റിന് 33% എന്ന് പറയുമ്പോൾ 45 സീറ്റ് സ്ത്രീകൾക്ക് വരും. ഇപ്പോൾ 45 സീറ്റിൽ സ്ത്രീകൾ മത്സരിച്ച് ജയിച്ചു വന്നാൽ എന്താവും എന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു സംശയമോ അല്ലെങ്കിൽ അത് വേണോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20% സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരണം. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ എന്തായാലും ഒരു മിനിമം നമ്പർ ഓഫ് സ്ത്രീകൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മത്സരിക്കാൻ അവസരം നൽകുമെന്നും അതിൽ കുറേ പേര് ജയിച്ചു വരുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. CPM-ലെ ബദൽ രേഖാ വിവാദത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തായി CMP രൂപീകരിച്ച MV രാഘവൻ CPM-ലെ കരുത്തനായ നായനാരെ നേരിടാൻ രംഗത്തിറക്കിയത് CMP സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ആലീസ് കൃഷ്ണനെയാണ്. 1987 നടന്ന തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂരിൽ ആലീസ് കൃഷ്ണ നായനാരെ നേരിട്ടപ്പോൾ വെറും 1416 വോട്ടുകൾ മാത്രമായിരുന്നു അവരുടെ പെട്ടിയിൽ വീണത്. 1991 ഹോസ്ദുർഗിൽ സ്വതന്ത്രയായി മത്സരിച്ച K. പത്മിനിയായിരുന്നു പോരാട്ടവീതിയിലെ മറ്റൊരു വനിതാ മുഖം. ഇടതുമുന്നണിയിലെ CPI സ്ഥാനാർത്ഥി M. കുമാരൻ ജയിച്ചു കയറിയ ആ തെരഞ്ഞെടുപ്പിൽ പത്മിനിക്ക് വെറും 349 വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വനിതകളെ പരീക്ഷണത്തിനിറക്കാതെ കാസർഗോട്ടെ ഓരോ പാർട്ടിയും തങ്ങളുടെ സീറ്റ് ചർച്ചകൾ തുടരുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രം ചോദിക്കുന്നത് ഒന്നു മാത്രം. നിരവധി പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വനിതകളായി വന്നു. ഇനി എന്നായിരിക്കും കാസർഗോട്ട് നിന്ന് ഒരു വനിത MLA ആയി ഉണ്ടാവുക? നിയമസഭാ തെരഞ്ഞെടുപ്പിന് BJPയും സജ്ജമാകുന്നു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ബൂത്ത് തല ശില്പശാലകൾക്ക് തുടക്കമായി. നീലേശ്വരത്ത് ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ബൂത്തുതല ശില്പശാലയാണ് നീലേശ്വരം NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്നത്. മണ്ഡലം പ്രസിഡന്റ് T. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ശില്പശാല BJP ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് CPM-നൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈ അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ട് വോട്ട് കച്ചവടത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ വോട്ട് കച്ചവടം CPM-ഉം മുസ്ലിം ലീഗുമാണ് തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. CPM മുസ്ലിം ലീഗിന് പൂർണ്ണമായിട്ടും എങ്ങനെയാണോ കോൺഗ്രസ് അവരുടെ അടിമകളായിട്ട് വരുന്നത്, അതുപോലെ തന്നെ CPM-ഉം മുസ്ലിം ലീഗിന്റെ ആജ്ഞാനമൂർത്തികളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ജില്ലാ ജനറൽ സെക്രട്ടറി വേലായുധൻ കൊടവല ആശംസ അർപ്പിച്ച് സംസാരിച്ചു. വെങ്ങാട്ട് കുഞ്ഞിരാമൻ സ്വാഗതവും ഭാസ്കരൻ പിലിക്കോട് നന്ദിയും പറഞ്ഞു. KSRTC മാത്രം സർവീസ് നടത്തുന്ന 31 ദേശസാൽകൃത റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം. CITU-വിന്റെ നേതൃത്വത്തിൽ KSRTC ജീവനക്കാർ കാഞ്ഞങ്ങാട്ട് ധർണ നടത്തി. കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോയിലാണ് ധർണ സംഘടിപ്പിച്ചത്. ഷെഡ്യൂൾ വെട്ടിക്കുറച്ച് KSRTCയെ തകർക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, KSRTC മാത്രം സർവീസ് നടത്തുന്ന 31 ദേശസാൽകൃത റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് സബ് ഡിപ്പോയ്ക്ക് മുന്നിൽ നടന്ന ധർണ CITU ഏരിയ സെക്രട്ടറി DV അമ്പാടി ഉദ്ഘാടനം ചെയ്തു. KR വിജു അധ്യക്ഷനായി. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. ലക്ഷ്മണൻ, ജില്ലാ പ്രസിഡന്റ് MV കുഞ്ഞിരാമൻ, M. സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഹൊസമനെ ശ്രീ ബ്രഹ്മ ബൈദർക്കള ഗരടി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവവും നിയമോത്സവവും മാർച്ച് 19 മുതൽ 23 വരെ നടക്കും. ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ക്ഷേത്രതന്ത്രിവര്യനായ ബ്രഹ്മശ്രീ വിഷ്ണുപ്രകാശ് കാവുമഠത്തിന്റെ കാർമ്മികത്വത്തിൽ വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളോടെ നടത്തപ്പെടുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 22 വൈകുന്നേരം 6 മണിക്ക് ബൈദർക്കള പ്രദർശനം, 7 മണിക്ക് ബ്രഹ്മബലിയും ബൈദർക്കള രംഗപ്രവേശവും, രാത്രി 8 മണിക്ക് അന്നദാനം, 12 മണിക്ക് ആയുധം സമർപ്പിക്കൽ എന്നിവ നടക്കും. 23-ന് നേർച്ച സമർപ്പണത്തോടെ പരിപാടിക്ക് സമാപനമാകും. ശ്രീ ബ്രഹ്മ ബൈദർക്കള ഗരടി ക്ഷേത്രത്തിൽ ആരാധന നടത്തിക്കൊണ്ടുവരുന്ന ആ ക്ഷേത്രം ഇപ്പോൾ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് പുനഃപ്രതിഷ്ഠയും ബ്രഹ്മകലശവും മാർച്ച് 19 മുതൽ 23 വരെ പല വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളോടുകൂടി നടക്കുകയാണ്.
വാർത്താസമ്മേളനത്തിൽ കെ കമലാക്ഷ സുവർണ, കെ ശിവ, പബ്ലിസിറ്റി ചെയർമാൻ പുരുഷോത്തം എം നായിക്, കെ ദയാനന്ദ പൂജാരി, കെ ഭാസ്കര എന്നിവർ പങ്കെടുത്തു. കാലവർഷം ആരംഭിക്കുന്നതോടുകൂടി പകർച്ചവ്യാധികൾ പെരുകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും രോഗനിയന്ത്രണത്തിൽ പങ്ക് ഉറപ്പുവരുത്തുന്നതിനും ഈ മാസം 17 മുതൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സന്ദേശയാത്ര സംഘടിപ്പിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന യാത്ര വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. വാഹനമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മക്കളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ശ്രീറാം ഗ്രൂപ്പ് നടത്തുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം മാർച്ച് 18 മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കും. പി കരുണാകരൻ MP, എൻ.എ. നെല്ലിക്കുന്ന് MLA എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും തടയാൻ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും. ഇതിനായുള്ള ജില്ലാ സമിതിയാണ് ഈ തീരുമാനം എടുത്തത്. ജില്ലാ തലങ്ങളിലായി 5 ടീമുകളാണ് ഇതിനായി രൂപീകരിച്ചത്. എക്സൈസ്, ആരോഗ്യവകുപ്പ്, റവന്യൂ, പൊതുപ്രവർത്തകർ, പോലീസ് എന്നിവരെ ഈ ടീമിൽ ഉൾപ്പെടുത്തി. 3 മാസത്തിനുള്ളിൽ ജില്ലയിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുടെ പേരിൽ 35 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് വഴി കടത്തുമ്പോഴാണ് നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ജില്ലയിലെ ചില വിദ്യാലയങ്ങളുടെ സമീപത്ത് കഞ്ചാവ് വിൽപ്പന നടക്കുന്നതായി അധികൃതർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന വൻ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്, തളങ്കര, പള്ളം, കറന്തക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കഞ്ചാവ് വിൽപ്പന തകൃതിയായി നടക്കുന്നതായാണ് വിവരം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശിരിബാഗിലുവിൽ വെച്ച് ബൈക്കിൽ കടത്തുകയായിരുന്ന 10 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. മയക്കുമരുന്ന് കടത്തിന് ഇടത്താവളമായി ജില്ല മാറിയ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ 1213 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. കുമ്പച്ചൂടിൽ വിളവെടുപ്പിന്റെ കുളിർമഴ പെയ്യിച്ച് യുവ കർഷകൻ നാടിന്റെ അഭിമാനമാകുന്നു. കൊടക്കാട്ടെ രവീന്ദ്രനാണ് മണ്ണിൽ പൊന്നു വിളയിച്ചത്. കുമ്പച്ചൂടിൽ നാടും നഗരവും വറ്റിവരളുമ്പോഴും തന്റെ കൃഷിയിടത്തിൽ വിളവെടുപ്പിന്റെ കുളിർമഴ പെയ്യിക്കുകയാണ് കൊടക്കാട്ടെ BSNL ഉദ്യോഗസ്ഥനായ രവീന്ദ്രൻ എന്ന കർഷകൻ. തിരക്കുപിടിച്ച ജീവിതത്തിനിടയിലും 2 ഏക്കറോളം വരുന്ന ഭൂമിയിൽ വെണ്ട, വെള്ളരി, കുമ്പളം, തക്കാളി, പപ്പായ, പടവലം എന്നു തുടങ്ങി ഏതുതരം വിത്തിനവും വിളയിച്ചിരിക്കുകയാണ്. തലമുറകളായി തുടരുന്നതാണ് ഈ പാരമ്പര്യം. കർഷകനായ അച്ഛനിൽ നിന്നും കാർഷിക സമൃദ്ധിയുടെ പാഠങ്ങൾ കരസ്ഥമാക്കി ഔദ്യോഗിക ജീവിതത്തിൽ മിച്ചം വരുന്ന സമയങ്ങളിൽ തരിശുഭൂമിയിൽ പരീക്ഷിച്ചു തുടങ്ങി. കുറെ വർഷമായി വ്യത്യസ്തമായ കൃഷിരീതികൾ അവലംബിച്ചു വരുന്ന രവീന്ദ്രന്റെ കൃഷിയിടത്തിൽ ഇത്തവണ മണ്ണിൽ പൊന്നു വിളഞ്ഞിരിക്കുകയാണ്. മഞ്ഞളും ചേനയും വിളവെടുത്ത് കൂട്ടിയിട്ട കാഴ്ച ആരെയും അമ്പരപ്പിക്കും. ജൈവ കൃഷിയിലൂന്നിയ ഒരു പുത്തൻ കാർഷിക വൃത്തിക്കാണ് ഈ കർഷകൻ നല്ലൊരു മാതൃക കൂടിയായിരിക്കുന്നത്. ചാണകവും ഗോമൂത്രവും മാത്രമാണ് വളപ്രയോഗമായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന വിഷരഹിതമായ വിളകൾ കൊടക്കാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും വീടുകളിലാണ് വിറ്റഴിക്കുന്നത്. രവീന്ദ്രന്റെ വിളകൾക്കായി ആവശ്യക്കാരും ഏറെയാണ്. ചുട്ടുപൊള്ളുന്ന നാട്ടുപാതകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ രവീന്ദ്രന്റെ കവുങ്ങിൻ തോപ്പും ഇടതൂർന്നു നിൽക്കുന്ന വാഴകളും ആരുടെയും മനസ്സിനെ കുളിരണിയിക്കും. കൃഷിയിടത്തിലെ ഉറവറ്റാത്ത കുളങ്ങൾ ഈ കർഷകന്റെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ്. വേനൽ ചൂടിലും പച്ചപ്പിന്റെ തളിർമുട്ടുകൾക്ക് സ്നേഹം കൊണ്ട് തടമിടുമ്പോൾ കാർഷിക സമൃദ്ധിയെ തിരിച്ചുപിടിക്കാൻ നല്ലൊരു മാതൃകയും കൊടക്കാടിന്റെ അഭിമാനവുമാണ് ഈ കർഷകൻ. കരയിടിച്ചിൽ ഭീഷണിയിൽ തേജസ്വിനി പുഴയും. പുലിയന്നൂർ മുതൽ മുക്കട വരെയുള്ള പുഴയുടെ ഭാഗമാണ് വൻ കരയിടിച്ചിൽ നേരിടുന്നത്. കരയിടിച്ചിൽ തടയാൻ കരിങ്കൽ ഭിത്തികൾ നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പ്രസക്തിയേറുന്നു. തേജസ്വിനി പുഴയുടെ വലിയന്നൂർ മുതൽ മുക്കട വരെയുള്ള ഭാഗമാണ് വൻ കരയിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. അനധികൃത പൂഴിവാരലും തോട്ടപൊട്ടിക്കലും പുഴയിൽ വ്യാപകമായി നടക്കുന്നതാണ് കരയിടിച്ചിലിന്റെ പ്രധാന കാരണം. തോട്ട പൊട്ടിക്കുന്നത് മൂലം പ്രദേശത്ത് മത്സ്യക്കുഞ്ഞുങ്ങൾ വ്യാപകമായി ചത്തൊടുങ്ങുകയാണ്. ഓരോ വർഷവും പുഴ 10 മീറ്ററെങ്കിലും കരയിലേക്ക് നീങ്ങുന്നതായി പരിശോധനയിൽ വ്യക്തമായി. ഇത് പുഴയോട് ചേർന്നു കിടക്കുന്ന വീടുകൾക്കും അമ്പലങ്ങൾക്കും ഭീഷണിയായിരിക്കുകയാണ്. കരയിടിച്ചിൽ മൂലം മുക്കടപ്പാലവും തൊട്ടടുത്തു കിടക്കുന്ന മന്നച്ചം വയൽ ക്ഷേത്രവും അപകടാവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തോട്ട പൊട്ടിക്കുന്നത് തടയാൻ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. തേജസ്വിനി എന്നറിയപ്പെടുന്ന ചരിത്ര പ്രാധാന്യമുള്ള പുഴ നാശത്തിന്റെ വക്കിലാണ്.
ഓരോ വർഷവും കരയിടിച്ചൽ മൂലം പുഴ കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അനധികൃതമായ തോട്ട പൊട്ടിക്കുന്നത് മൂലം പുഴയുടെ കരയിടിച്ചൽ മാത്രമല്ല, തൊട്ടടുത്ത ക്ഷേത്രം ഒന്നിച്ചമ്പൽ ക്ഷേത്രം ഉൾപ്പെടെ അപകട നിലയിലേക്കാണ്. മുമ്പൊക്കെ ഒരു 50-60 മീറ്റർ ദൂരം ഉണ്ടായിരുന്ന ക്ഷേത്രം ഇപ്പോൾ കരയിടിച്ചലിൻ്റെ ഭാഗമായി 10-20 മീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പാലം, മുക്കട പാലം തോട്ട പൊട്ടിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഫില്ലർ ഉൾപ്പെടെ അതിനുൾപ്പെടെ ക്ഷതം സംഭവിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കരയിടിച്ചിൽ ഭീഷണി തടയാൻ കരിങ്കൽ ഭിത്തികൾ നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ശക്തമായ ആവശ്യത്തിന് പ്രസക്തിയേറുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTCയെ തകർക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ തൊഴിലാളികൾ രംഗത്ത്. പ്രതിഷേധ സൂചകമായി 25 മണിക്കൂർ ധർണ. മത്സരിക്കുന്നത് ഭരിക്കാനാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. പരാജയ ഭീതിയിലായ CPMനെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുമെന്നും ശ്രീകാന്ത്. മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസിന്റെ പേരിൽ ലീഗ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് CPI നേതാവ് BV രാജൻ. പുതിയ ഗവൺമെന്റ് അധികാരത്തിലെത്താതെ ഇനി പുതിയ കെട്ടിടം നിർമ്മാണം ഉണ്ടാവില്ലെന്നും രാജൻ. 1.25 കിലോ കഞ്ചാവുമായി വീണ്ടും ഒരാൾ അറസ്റ്റിൽ. വിദ്യാനഗർ പെരുമ്പള റോഡിലെ മുഹമ്മദ് അലിയാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുമായി BJPയും. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ബൂത്ത് തല കൺവെൻഷനുകൾക്ക് തുടക്കം. വനിതകളെ നിയമസഭയിലേക്ക് അയക്കാത്ത ജില്ലയായി കാസർഗോഡ്. ജില്ലാ രൂപീകരണ ശേഷം ഒരു വനിതാ പ്രതിനിധിയും നിയമസഭയിലെത്തിയില്ല എന്ന ഖ്യാതിയാണ് കാസർഗോഡിന് കൈവന്നിരിക്കുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.